കോഴിക്കോട് ബേപ്പൂർ വെസ്റ്റ് മാഹിയിലെ രേണുക വെളിച്ചെണ്ണ മില്ലിൽ തീപിടുത്തം. മീഞ്ചന്തയിൽ നിന്ന് ഫയർഫോഴ്സിന്റെ 3 യൂണിറ്റുകൾ സ്ഥലത്തെത്തി തീയണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. അഭിജിത്ത് മുഴക്കുന്ന അല്പസമയത്തിനകം വിവരങ്ങൾ നൽകും. വലിയ തീപിടുത്തമാണ് ഉണ്ടായിരിക്കുന്നത്. ഒരു വെളിച്ചെണ്ണ മില്ലിലാണ് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. ഭൂരിഭാഗം ആ മില്ലിന്റെ തന്നെ ഭാഗങ്ങളിലേക്കും തീ പടരുന്നൊരു സാഹചര്യമാണ്. പക്ഷേ മറ്റ് സമീപ പ്രദേശങ്ങളിലേക്ക് തീ പടരാതിരിക്കാനുള്ള തീവ്രമായ ശ്രമം ഫയർഫോഴ്സ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ആളപായം ഒന്നുമില്ല എന്നുള്ളതാണ് താൽക്കാലികമായ ആശ്വാസം. പക്ഷേ ഇപ്പോൾ മണിക്കൂറുകളായി തീപിടുത്തം ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. തീ അണയ്ക്കാനുള്ള തീവ്രമായ ശ്രമം പുരോഗമിക്കുന്നു. മീൻചന്തയിൽ നിന്നുള്ള 3 ഫയർഫോഴ്സ് യൂണിറ്റുകളാണ് ഇപ്പോൾ സ്ഥലത്തെത്തി തീ അണയ്ക്കാനുള്ള തീവ്ര ശ്രമം തുടരുന്നത്. അഭിജിത്ത് മുഴക്കുന്ന് വിവരങ്ങൾ നൽകും. അഭിജിത്ത്, മണിക്കൂറുകൾ ഇത്രയും കടന്നു പോയിരിക്കുന്നു. തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. പക്ഷേ വളരെ ശ്രമകരമായ ദൗത്യമാണല്ലേ? തീർച്ചയായും ആര്യ, അല്പം ശ്രമകരമായ ദൗത്യം തന്നെയാണ്. നിലവിൽ ഇപ്പോൾ 5 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വെള്ളം സ്പ്രേ ചെയ്തുകൊണ്ട് എല്ലാ ഭാഗത്തു നിന്നും വെള്ളം സ്പ്രേ ചെയ്തുകൊണ്ട് തീ അണയ്ക്കാനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത്. പ്രത്യേകിച്ച് ഒരു വെളിച്ചെണ്ണ മില്ലാണ്, അതിനാൽ തന്നെ തീ ആളിപ്പടരാനുള്ള ഒരു സാധ്യതയും കൂടി അവിടെ നിലനിൽക്കുന്നുണ്ട്. അല്പസമയമായി ഈ തീപിടുത്തം ആരംഭിച്ചിട്ടുണ്ട്. ആ സമയത്ത് തന്നെ ഈ ഓയിൽ മില്ലിലുള്ളവരും അതോടൊപ്പം തന്നെ നാട്ടുകാരും അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പെട്ടെന്ന് ഫയർഫോഴ്സ് യൂണിറ്റ് എത്തുകയും തീ അണയ്ക്കാനുള്ള ശ്രമം ആരംഭിക്കുകയും ചെയ്തതാണ്. പക്ഷേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അല്പം ശ്രമകരമായ ഒരു ദൗത്യം തന്നെയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ആശ്വാസകരമായ ഒരു കാര്യം എന്നുള്ളത് ആളപായമൊന്നുമില്ല എന്നുള്ളതാണ്. തീപിടുത്തം ഉണ്ടായതിന് പിന്നാലെ തന്നെ സമീപത്തു നിന്നൊക്കെ ആളുകളെയൊക്കെ മാറ്റുകയും ചെയ്തിട്ടുണ്ട്. തൊട്ടടുത്ത്, അതായത് ഈ വെളിച്ചെണ്ണ മില്ലിനപ്പുറത്തേക്ക് തീ പടർന്നിട്ടില്ല എന്നുള്ളതും ആശ്വാസകരമായ കാര്യം തന്നെയാണ്. നിലവിലിപ്പോൾ തീ അണയ്ക്കാനുള്ള ശ്രമം ഊർജിതമായി തന്നെ തുടരുന്നു. പക്ഷേ ഓരോ ഭാഗത്തേക്കും തീ ആളി പടരുന്നു എന്നുള്ളതാണ് നിലവിലെ സാഹചര്യം. അപ്പോൾ എത്ര സമയമെടുത്ത് തീ അണയ്ക്കാൻ കഴിയും എന്നുള്ളതിലാണ് നിലവിലിപ്പോൾ ഒരാശങ്ക. പക്ഷെ അപ്പോഴും ആളപായമൊന്നുമില്ല എന്നുള്ളത് ആശ്വാസകരമാണ്. ഒരുപക്ഷെ കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തുന്നതിനനുസരിച്ച് തീ പെട്ടെന്ന് അണയ്ക്കാൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുള്ളത്. അഭിജിത്ത്, എന്താണ് ഈ തീപിടുത്തത്തിന് കാരണം എന്നുള്ള ഒരു പ്രാഥമിക വിവരം പുറത്തേക്ക് വരുന്നുണ്ടോ? മാത്രമല്ല, ഈ മില്ല് സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തിന്റെ ഒരു പശ്ചാത്തലം എങ്ങനെയാണ്? അടുത്തടുത്ത് വീടുകളോ മറ്റു കടകളോ ഒക്കെ ഉണ്ടോ? നിലവിൽ ഇപ്പോൾ അങ്ങനെ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് ഈ ഓയിൽ മില്ലിനപ്പുറത്തേക്ക്, വെളിച്ചെണ്ണ മില്ലിനപ്പുറത്തേക്ക് തീ പടരാനുള്ള സാധ്യത നിലവിലില്ല. അടുത്ത് മറ്റ് വീടുകളൊന്നും ഇല്ല എന്നുള്ളത് തന്നെയാണ് നിലവിൽ ലഭ്യമായിട്ടുള്ള വിവരം. അതേസമയം തന്നെ എന്താണ് തീപിടുത്തത്തിലേക്ക് നയിച്ചത് എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. അതിപ്പോൾ ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരൊക്കെ ആ കാര്യങ്ങളൊക്കെ നമ്മളുമായി ഇനിയിപ്പോൾ പങ്കുവെക്കേണ്ടതുണ്ട്. നിലവിൽ ഏതായാലും അങ്ങനെ ഒരു വിവരം അവർ എന്താണ് തീപിടുത്തത്തിലേക്ക് നയിച്ചത് എന്നുള്ള കാര്യത്തിൽ നിലവിൽ അവർ ഒരു വ്യക്തത തന്നിട്ടില്ല. പക്ഷെ ഉടൻ തന്നെ ഫയർഫോഴ്സ് യൂണിറ്റുകൾ അവിടേക്ക് എത്തുകയും തീ അണയ്ക്കാനുള്ള ശ്രമം അത് ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനാൽ തന്നെ എത്രയും പെട്ടെന്ന് തീ അണയ്ക്കാൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണുള്ളത്. എന്നാൽ അതേസമയം തന്നെ തിരിച്ചടിയാകുന്നത് ഒരു വെളിച്ചെണ്ണമില്ലാണ്. അതിനാൽ തന്നെ ഈ തീ ആളിപ്പടരാനുള്ള ഒരു സാധ്യതയും കൂടി അവിടെ നിലനിൽക്കുന്നുണ്ട്. എല്ലാ ഭാഗത്തു നിന്നും വെള്ളം പമ്പ് ചെയ്തുകൊണ്ട് തീ അണയ്ക്കാനുള്ള ഒരു പരിശ്രമമാണ് ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. എന്നാൽ തീ കൂടുതൽ ഭാഗങ്ങളിലേക്ക് ആളിപ്പടരുന്നതാണ് നിലവിലെ ഒരു സ്ഥിതിവിശേഷം. ഏതായാലും വലിയ പരിശ്രമം ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു. മീഞ്ചന്ത ഫയർ സ്റ്റേഷനിൽ നിന്ന് ഉൾപ്പെടെയുള്ള ഏതാണ്ട് 5 യൂണിറ്റോളം ഫയർഫോഴ്സ് ഇവിടേക്ക് എത്തുകയും തീ അണയ്ക്കാനുള്ള ശ്രമം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ തീ അണയ്ക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഉദ്യോഗസ്ഥരുള്ളത്. ഓക്കെ, അഭിജിത്ത് മുഴക്കുന്നാണ് വിവരങ്ങൾ നൽകിയത്. 5 യൂണിറ്റ് ഫയർഫോഴ്സ് സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. തീ അണയ്ക്കാനുള്ള തീവ്ര ശ്രമം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ആളപായമില്ല എന്നുള്ളത് വലിയ ആശ്വാസം. സമീപത്ത് മറ്റു വീടുകളോ കെട്ടിടങ്ങളോ ഇല്ല എന്നുള്ളതും വളരെ ആശ്വാസകരമാണ്.